എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സനാതന ധർമാമൃതം എന്ന പരിപാടിയിലേക്ക് അവർക്ക് സ്വാഗതം. സനാതനധർമ്മത്തെക്കുറിച്ച് ലളിതമായി മറ്റുള്ളവർക്ക്, ലോകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ആരംഭിക്കുന്ന ഒരു പുതിയ പരിപാടിയാണിത്. ഇന്ന് ഈ പരിപാടിയുടെ ആദ്യത്തെ സെക്ഷനാണ്. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഹൈദരരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തിന് ഇവിടേക്ക് സ്വാഗതം. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സജനാജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സജനാജി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററാണ്, കൂടാതെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതേപോലെ നമ്മുടെ ആത്മായനം പരിപാടിയുടെ ചീഫ് കോർഡിനേറ്റർമാരിൽ ഒരാൾ കൂടിയാണ് ശ്രീമതി സജനാജി. ശങ്കര. ജയശങ്കര. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോക ശങ്കരം ശങ്കരം ലോക ശങ്കരം അജ്ഞാനാന്തർഗണപതിതർ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാ ഭവതവ ശിഖാ താപപാപച്യ മാനാം മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിച്ചരതി ഭുവനേ ശങ്കരാചാര്യ രൂപ. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സജനാജി. അടുത്തതായി ഇന്നിവിടെ എത്തിയിരിക്കുന്ന മുഖ്യാതിഥിക്കും അതേപോലെ തന്നെ ഇവിടെ സന്നിധിയായിരിക്കുന്ന ഓരോ സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറും അതേപോലെ തന്നെ ബാലശങ്കരം എന്ന പരിപാടി നടത്തുന്ന ടീച്ചർ കൂടിയായ ഏവർക്കും പ്രിയപ്പെട്ട ശ്രീമതി ഉഷ അന്തർജനത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ശ്രീമതി ഉഷ അന്തർജനം ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ കൂടിയാണ്. എല്ലാവർക്കും നമസ്തേ. ജയശങ്കര. ജയശങ്കര. സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വടക്ക് ഹിമാലയം മുതൽ, ആ ഹിമാലയ സാനുക്കൾ മുതൽ തെക്ക് ഇന്ദു സരോവരം വരെ സസ്യശ്യാമള കോമളമായി അതിവിസ്തൃതമായ ഭൂപ്രദേശമായി വിരാജിക്കുന്ന അതിമനോഹരമായ ഈ ഭാരതദേശത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഈ വേളയിൽ ഋഷീശ്വരന്മാരുടെ നാടായ ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൗരാണികതയെയും പൈതൃകത്തെയും ഒപ്പം ഭാരതത്തിന്റെ ആ സനാതന ധർമ്മത്തെയും സനാതന ധർമ്മശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതചര്യയെയും ഒക്കെ നമുക്ക് പ്രചരിപ്പിക്കുന്നതിനായിട്ട് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാമധേയത്തിലുള്ള ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന സംഘടന തുടങ്ങുന്ന
ഈ പുതിയ തുടർ പഠന ക്ലാസ്സിലേക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സുസ്വാഗതം. ഈ പരിപാടി ഐശ്വര്യപൂർണമായി ഇന്നിവിടെ സമാരംഭിക്കുകയാണ്. സനാതന ധർമാമൃതം എന്ന പേരിൽ ആർഷഭാരത സംസ്കാരത്തെയും സനാതന ധർമ്മശാസ്ത്രങ്ങളെയും ഗഹനമായി മനസ്സിലാക്കി അത് ജീവിതത്തിൻ്റെ തുടർ യാത്രയിൽ എങ്ങനെ ഉത്തമ ഭാരതീയ പൗരനായി ജീവിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മുടെ ആചാര്യന്മാർ സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പവിത്രമായ ഈ മുഹൂർത്തത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹികളും അതുപോലെ തന്നെ ധർമാമൃതത്തെ ഗ്രഹിക്കാൻ കുതുകികളായ അമൃതസ്വരൂപികളായ എല്ലാ ബന്ധുമിത്രാദികൾക്കും സ്വാഗതം. അതുപോലെ ഇന്ന് നമുക്ക് ഈ സനാതന ധർമാമൃതം എന്ന ധർമ്മ പ്രചരണ തുടർ പഠന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കും അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിലേക്കും സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സർവാദരണീയനായ പൈതൃക രത്നം ബ്രഹ്മശ്രീ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവരുകളെ സംഘടനയുടെ പേരിൽ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരം സംസ്കൃത കോളേജ് മുൻ പ്രിൻസിപ്പാളും ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യവുമാണ് ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ആർഷഭാരത സംസ്കാരത്തെ, സനാതന ധർമ്മത്തെ, സനാതന ജ്ഞാനത്തെ ഏറ്റവും ലളിതമായും സരളമായും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തൻ്റെ ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും നിത്യജീവിതത്തിൽ എങ്ങനെയാണ് അവ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് എത്തിക്കേണ്ടതെന്ന് സ്വജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു തരികയും ചെയ്യുന്ന മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. ശ്രീമദ് ഭാഗവതം, രാമായണം, ഭഗവത്ഗീത, നാരായണീയം തുടങ്ങിയ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രഭാഷണ പരമ്പരകൾ ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഇവയുടെ പ്രവർത്തനത്തെ ആധാരമാക്കിക്കൊണ്ട് ഭാഗവത സപ്താഹ കോകിലം, ഭാഗവത സാർവഭൗമൻ എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഭാഷയായ ദേവഭാഷയായ സംസ്കൃതത്തെ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ധാരാളം സംസ്കൃത ക്ലാസുകൾ നടത്തപ്പെടുന്നുണ്ട് അദ്ദേഹത്തിനാൽ. കാഞ്ചി കാമകോടി പുരസ്കാരവും അതിന്മേൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് അദ്ദേഹത്തെ പൈതൃക രത്നം എന്ന പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ ആർഷഭാരത സംസ്കാരത്തെയും സനാതന ധർമ്മശാസ്ത്രത്തെയും ഭാരതമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നതായ അദ്ദേഹത്തെ നമുക്ക് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃപ കൊണ്ടാണ് ഇന്ന് ഈ സനാതന ധർമ്മശാസ്ത്ര തുടർ പഠന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചത്. പരമപവിത്രമായ ഈ ചടങ്ങിലേക്ക് ആദരണീയനായ പൈതൃക രത്നം ബ്രഹ്മശ്രീ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവരുകളെ സാദരം ക്ഷണിച്ചു. നമസ്തേ. വളരെ സന്തോഷം ക്ഷേത്രത്തിൽ. അടുത്തതായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയായ ആദിശങ്കര ഫൗണ്ടേഷന്റെ എല്ലാമായ ബ്രഹ്മശ്രീ സുരേഷ് പാഴൂരേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ആദിശങ്കര ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്ത്യ റിപ്പബ്ലിക് ഡേ 76-ാം വാർഷികത്തിൽ
ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പുതിയൊരു പരമ്പര തുടങ്ങുകയാണ്. സനാതന ധർമ്മത്തെ അവലംബിച്ചുകൊണ്ടുള്ള ഈ പരിപാടി എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച എന്ന രീതിയിൽ ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ ഈ കുടുംബത്തിലെ എല്ലാവർക്കും അഭിമാനത്തോടു കൂടി തന്നെ പറയാം, നമ്മുടെ ഈ സംഘടന വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2020 ഈ സംഘടന ആരംഭിച്ചിട്ട് മെല്ലെ മെല്ലെയാണ് വളർച്ച ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പോലും ഓൺലൈനായും ഓഫ്ലൈനായും ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നത് തികച്ചും അഭിമാനാർഹം തന്നെയാണ്. ഏകദേശം 35ഓളം ചാപ്റ്ററുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെയായി ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതും പറയത്തക്ക വിഷയം തന്നെയാണ്. നമ്മൾ ഓൺലൈനായിട്ട് സത്സന്ധ്യ തുടർച്ചയായി തന്നെ സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറിന്റെ അദ്വൈത ലഹരി, സ്വാമിനി ജ്ഞാനാഭിനിഷ്ഠ അവതരിപ്പിക്കുന്ന ദിഗ്വിജയം, ശ്രീശങ്കരാചാര്യ വിരചിത രചനകളെ കുറിച്ച് ആധികാരികമായ ക്ലാസുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജയശങ്കി തന്നെ എടുക്കുന്ന അഹം ബ്രഹ്മാസ്മി, അതുപോലെ തന്നെ ക്ഷേത്രായനം, അതുല്യ ഭാരതം, ബാലശങ്കരം. ഷോപ്പോളാണ് അതിന്റെ ഇപ്പോഴത്തെ ടീച്ചർ എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. അത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അത് ഇപ്പൊ പുതിയ ക്ലാസ്സാണ് നമ്മുടെ ഷോപ്പോള് തുടങ്ങി വെച്ചിരിക്കുന്നത്. ആത്മായനം യാത്ര, അത് എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ്. ഈ 4 വർഷത്തിനിടയ്ക്ക് നമ്മൾ 4ാമത്തെ യാത്രയാണ് ഇത്തവണ മാർച്ച് 16-ാം തീയതി തയ്യാറാക്കിയിട്ടുള്ളത്. 2022 104 യാത്രികരെയും കൊണ്ട് ശാരദാം യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പിന്നീട് കർണാടകയിലെ ക്ഷേത്രങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആത്മീയ യാത്രയിലെ വിവിധ പരിപാടികൾ പെടുന്നതായിരുന്നു. ഇത്തവണ കാശി, അയോധ്യ, വാരണാസി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഇത്തവണ യാത്ര സംഘടിപ്പിക്കുന്നത്. അതിലും ഏകദേശം 50ഓളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഉദ്ദേശിച്ച പരിപാടികൾ, തുടങ്ങി വെച്ച പരിപാടികൾ എല്ലാം തന്നെ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇതിലെ ഈ കുടുംബാംഗങ്ങളുടെ എല്ലാം ഒത്തൊരുമയും സഹകരണവും കൊണ്ട് തന്നെയാണ് എന്ന് പ്രത്യേകം പറയട്ടെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള പൈതൃക രത്നം ഡോക്ടർ K ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ ഹൃദയംഗമായ സ്വാഗതം പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയശങ്കർ. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, അങ്ങയുടെ എളിയ വാക്കുകൾക്ക്. അടുത്തതായി, എന്താണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ? സുരേഷ് ഏട്ടൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 4 വർഷമായി ഓൺലൈനായും ഓഫ്ലൈനായും നമ്മുടെ സംഘടന പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൻ്റെ രീതിയിൽ അണ്ണാൻ കുഞ്ഞും തന്നാലായ എന്നുള്ള രീതിയിൽ തന്നെ സനാതനധർമ്മ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നുള്ള മുഖ്യ ഉദ്ദേശത്തോടു കൂടി ഈ ഒരു ഫൗണ്ടേഷൻ മുന്നോട്ട് പോവുകയാണ്. എന്താണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ എറണാകുളം ജില്ലാ ചാപ്റ്ററിൻ്റെ കോർഡിനേറ്ററും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറുമായ ശ്രീമതി ശ്രീകല മധു അവരുകളെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി ശ്രീകല മധു. ജയശങ്കര, എല്ലാവർക്കും നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജനന മരണങ്ങളാകുന്ന സംസാര ചക്രത്തിൽപ്പെട്ട് അടലുന്ന ജനങ്ങളെ ഉദ്ധരിക്കുന്നതിനായി
ശ്രീ ദക്ഷിണാമൂർത്തിയിൽ സമാരംഭിക്കുന്ന ഗുരുപരമ്പരയിൽ അവതാരം ചെയ്ത യുഗ പുരുഷനാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ. ഭാരതത്തിന്റെ ആധ്യാത്മിക ചരിത്രത്തിൽ അവതാര പുരുഷന്മാരുടെയും ഋഷികളുടെയും എല്ലാം ഒരു ആകത്തുകയാണ് ശങ്കര ഭഗവത്പാദർ എന്ന് നമുക്ക് പറയാം. ഇന്ന് നിലനിൽക്കുന്ന ഈ സനാതന ധർമ്മത്തിന്റെ അടിത്തറ പാകിയത് അദ്ദേഹമാണ്, ആ മഹാത്മാവാണ്. ആ മഹാഗുരുവിന്റെ ദർശനങ്ങളിലൂടെ സനാതനധർമ്മം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപകമായൊരു സംഘടനയാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഈ സംഘടന ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. 6 എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ്, സ്ഥാപക മെമ്പർമാരാണ് ഇതിലുള്ളത്. അവരുടെ മനസ്സിൽ ഉയർന്ന ഒരു ആശയമാണ് ഇത് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുവാൻ കാരണമായത്. അതുകൂടാതെ കോർ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്, ഓണററി മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തട്ടിലുള്ള അംഗങ്ങളോട് കൂടിയ ഒരു വലിയ സംഘടനയാണ് ഈ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. കൂടാതെ സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഭാരതത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് 35ഓളം ചാപ്റ്ററുകളുണ്ട്. അതിലും നിരവധി അംഗങ്ങളും ഉണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കും നിരാലംബരായ കുട്ടികൾക്കും വൃദ്ധർക്കും എല്ലാം വേണ്ട സഹായങ്ങൾ നൽകുക. കൂടാതെ വേദപഠനത്തിനായി വേദ പാഠശാലകൾ നിർമ്മിക്കുക, വേദ ഗവേഷണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, കാലടിയിൽ ശങ്കര സ്മൃതി മണ്ഡപം സ്ഥാപിക്കുക, ക്ഷേത്ര കലകളെ പ്രോത്സാഹിപ്പിക്കുക, ക്ഷേത്രങ്ങളുടെ ജീർണോദ്ധാരണത്തിൽ പങ്കാളികളാകുക, ഗോക്കളുടെ സംരക്ഷണത്തിനായി ഗോശാലകൾ നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ദീർഘകാല അടിസ്ഥാനത്തിൽ വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് അല്ലാതെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ സ്ഥാപിതമായ അന്ന് മുതൽ 4 വർഷമായിട്ട് വളരെ വിജയകരമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എല്ലാം തന്നെ വളരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി തന്നെയാണ് ആളുകൾ അത് സ്വീകരിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് വളരെയധികം ആളുകൾക്ക് അതിനെക്കുറിച്ച് നല്ല ഒരു വ്യക്തമായ ധാരണയുമുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവാറുണ്ട്. ഇതിന് പുറത്തുള്ള ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പുറത്തുള്ള പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ ഈ ഫൗണ്ടേഷനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് നമ്മൾക്ക് തരാറുള്ളത്. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞതാണ്, എന്നാലും കൂടി എന്തൊക്കെയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന പരിപാടികൾ എന്ന് നമുക്കൊന്ന് അനുസ്മരിക്കാം. എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച രാത്രി 8 മുതൽ 9 മണി വരെ നടത്തുന്ന ഒരു പരിപാടിയാണ് സത്സന്ധ്യ. സത്സന്ധ്യ എന്ന ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളുടെ ഗൃഹങ്ങളിൽ ഉണ്ടായിരുന്ന നിത്യേന നടക്കുന്ന നാമജപങ്ങളും ഭജനകളും അതെല്ലാം ഇന്ന് അന്യം നിന്നു പോയൊരവസ്ഥയാണ്. അപ്പോൾ അത് വീണ്ടും ഒന്ന് പുനരുദ്ധരിക്കുന്നതിനായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് സത്സന്ധ്യ സംഘടിപ്പിക്കുന്നത്. ഭജനകളും നാമജപങ്ങളും ലഘുപ്രഭാഷണങ്ങളും എല്ലാം ഇതിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ എല്ലാ മാസത്തിലും 2ാമത്തെ ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ 4 മണി വരെ നടത്തുന്ന ഒരു പരിപാടിയാണ് അദ്വൈത ലഹരി. വേദങ്ങളെ പറ്റിയും ഉപനിഷത്തുകളെ കുറിച്ചും ഒക്കെ ഒരു ആമുഖ പഠനം എന്ന നിലയിലാണ് ബ്രഹ്മശ്രീ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാർ ആചാര്യനായിട്ടുള്ള അദ്വൈത ലഹരി എല്ലാ മാസവും
മൂന്നാമത്തെ ഞായറാഴ്ച രാത്രി 8 മുതൽ 9 മണി വരെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ദിഗ്വിജയം. സ്വാമിനി ജ്ഞാനാഭനിഷ്ഠ ആണ് ഈ പരിപാടിയിലെ മുഖ്യ ആചാര്യ. ശങ്കരാചാര്യരുടെ തത്വങ്ങൾ വളരെ നന്നായിട്ട് സ്വാമിനിയിലൂടെ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന സനാതന ധർമാമൃതം, അത് എല്ലാ മാസത്തിലെയും അവസാന ഞായറാഴ്ച രാത്രി 8 മുതൽ 9 മണി വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 8 മുതൽ 9 മണി വരെ ബ്രഹ്മശ്രീ ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, സൗന്ദര്യ ലഹരിയെ ആസ്പദമാക്കി ശങ്കരാചാര്യ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ശങ്കരാചാര്യരുടെ എല്ലാ കൃതികളെയും ആസ്പദമാക്കിയിട്ടുള്ള അഹം ബ്രഹ്മാസ്മി എന്നൊരു പരിപാടിയുണ്ട്. വേറൊരു പ്രോഗ്രാമാണ് അതുല്യ ഭാരതം. ഓരോ കാലത്തിനനുസരിച്ച് നമ്മളുടെ ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളെ ആസ്പദമാക്കിയത്, അതായത് വൈശാഖ മാസത്തിലെ വൈശാഖ പുണ്യം, രാമായണ മാസമാണെങ്കിൽ രാമായണ കാറ്റ്, അതുപോലെ ഓണം, വിഷു, ശ്രീകൃഷ്ണ ജയന്തി, അങ്ങനെയുള്ള എല്ലാ നമ്മളുടെ ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും ആചാരങ്ങളെയൊക്കെ പരിചയപ്പെടുത്താനായിട്ടാണ് അതുല്യ ഭാരതം എന്ന പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ക്ഷേത്രങ്ങളെ, പ്രധാനപ്പെട്ട ഭാരതത്തിലെയും കേരളത്തിലെയും ഒക്കെ ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ക്ഷേത്രായനം. നേരത്തെ പറഞ്ഞ പോലെ ബാലശങ്കർ കുട്ടികളിൽ ആ സനാതന ധർമ്മബോധം ഉണർത്തുന്നതിനായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ബാലശങ്കരം. അത് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച രാത്രി 8 മുതൽ 9 വരെയാണത് നടത്തുന്നത്. പിന്നെ എല്ലാ മാസത്തിലെയും രണ്ടാമത്തെ ശനിയാഴ്ച രാത്രി 8 മുതൽ 8:30 വരെ ഒരു മെഡിറ്റേഷൻ സെഷൻ നടത്താറുണ്ട്. പിന്നെ ആത്മായനം യാത്ര, പല പുണ്യസ്ഥലങ്ങളിലേക്കുമുള്ള ഒരു യാത്ര സംഘടിപ്പിക്കാറുണ്ട്. 3-4 വർഷം, എല്ലാ വർഷത്തിലും വളരെ വിജയകരമായിട്ട് യാത്ര പൂർത്തിയാക്കാൻ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ശങ്കരാചാര്യരുടെ ജന്മഭൂമിയും ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളെ എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് അതെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ശങ്കരപഥം എന്നൊരു യാത്ര, അത് ശങ്കര ജയന്തിയോട് കൂടിയാണത് ചെയ്യാറ്. പിന്നെ ശങ്കരസ്മൃതി, ശങ്കരാചാര്യരുടെ ജയന്തി ആഘോഷങ്ങൾ എല്ലാ വർഷവും നടത്തുന്നത് ശ്രീ ശങ്കരസ്മൃതി എന്ന പരിപാടിയാണ്, അതിലൂടെയാണ് നടത്താറ്. പിന്നെ സുഹൃതം സംസ്കൃതം, വളരെ ലളിതമായിട്ട് സംസ്കൃത ഭാഷ ജനങ്ങളിലേക്ക് എത്താനായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സുകളുണ്ട്. അത് എല്ലാ ശനിയാഴ്ചയും 11 മണിക്ക് മലയാളത്തിൽ സുഹൃതം സംസ്കൃതം ക്ലാസ് നടത്താറുണ്ട്. പിന്നെ ഇംഗ്ലീഷിലുള്ളത് എല്ലാ സൺഡേ, അതായത് ഞായറാഴ്ച 11 മണിക്ക്. ഇത്രയും വിപുലമായ പരിപാടികൾ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വളരെ ഭംഗിയായിട്ട്, വളരെ കാര്യപ്രാപ്തിയോടെയും അത് നടത്താറുണ്ട്. അത് വിജയകരമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ജയശങ്കര. വളരെ സന്തോഷം കലയെടുത്തി വാക്കുകൾക്ക്. അടുത്തതായി, ഏതൊന്നാണോ നാശമില്ലാത്തത്, ഏതൊന്നിനാണോ മാറ്റമില്ലാത്തത്, അതിനാണ് സനാതനം എന്ന് പറയുന്നത്. നിത്യസ്വരൂപനായ ഈശ്വരനാൽ ഉപദേശിക്കപ്പെട്ട ധർമ്മമാണ് സനാതനം. ഈ സനാതനധർമ്മ പരിപാടി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തുവാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗവും മുമ്പ് പറഞ്ഞതുപോലെ അഹം ബ്രഹ്മാസ്മിയുടെ ആചാര്യനും ഒക്കെയായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവർക്ക് ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി. ജയശങ്കര. ജയശങ്കര.
പച്ചപ്പട്ടുടുത്ത മലയാള നാടിന്റെ സീമന്തപുത്രനും ബ്രഹ്മതേജസ്സുകളിൽ അഗ്രഗണ്യനുമായിരുന്ന ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളെ സ്മരിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ചാരിതാർത്ഥ്യജനകമായ ഒന്നാണ് ഇന്ന് നമ്മളുടെ സനാതന ധർമ്മ ഈ ക്ലാസ് പുതിയ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുവാനും അനുഗ്രഹ പ്രഭാഷണവുമായിട്ട് മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയും പൂന്താനത്തിൻ്റെ ഭക്തിയും ഒന്നിച്ചു ചേർന്ന് വിളങ്ങുന്ന ശ്രീ പൈതൃകരത്നം പണ്ഡിതവരേണ്യനായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർ നമ്മളോടൊപ്പം ഇന്ന് ഉണ്ടാകുന്നു, നമ്മളുടെ വേദിയെ അലങ്കരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരം തന്നെയാണ്. ഇതുതന്നെയാണ് ഈ ഫൗണ്ടേഷൻ വളരുന്നു എന്നതിൻ്റെ അതിശക്തമായ ഒരു തെളിവ്. ലോകമെമ്പാടും സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുകയും ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തത്തെ ലോക നന്മയ്ക്കായിട്ട് ശങ്കരോതീതി ശങ്കര, അല്ലെങ്കിൽ ശങ്കരം ലോകശങ്കരം എന്നാണല്ലോ. അപ്പൊ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ലോകമെമ്പാടും ആചരണത്തിലൂടെ പ്രചരണത്തിലൂടെ സനാതനധർമ്മത്തെ പരിപാലിക്കുക ഫൗണ്ടേഷൻ ഉള്ളത്. എനിക്ക് മുമ്പ് പറഞ്ഞു തന്ന ശ്രീ ഉഷാജിയും കലാജിയും സുരേഷ് ഏട്ടനും ഇവരെല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് സനാതനധർമ്മത്തിന്റെ പരിപാലനവും ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാമധേയത്തിൽ രൂപീകൃതമായിരിക്കുന്ന ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു തരികയുണ്ടായി. നാം സ്മരിക്കേണ്ട ഒന്ന്, ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കാലഘട്ടവും നമ്മളുടെ ഇന്ന് ഈ പ്രസന്റ് ഈ കാലഘട്ടവും തമ്മിൽ വളരെയധികം താതാത്മ്യമുണ്ട് എന്നുള്ളതാണ്. അത്യധികമായ പരിവർത്തനങ്ങളിലൂടെയും ചലഞ്ചസിലും കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു, അതോ ഇതിൽ ഭീഭത്സമായിരുന്നോ എന്നറിയില്ല ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കാലഘട്ടത്തിലും. അങ്ങനെ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ഭൂമിയിലേക്കുണ്ടായിരിക്കുന്ന ശങ്കരാചാര്യൻ എന്ന രീതിയിൽ വന്നത് അജ്ഞാനാന്തർഗഹന പതിതൻ ആത്മവിദ്യോപദേശൈഹി ത്രാതും ലോകൻ ഭവതവശിഖ താപപാപക്ഷമാനൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. അപ്പൊ ലോകത്ത് അജ്ഞാനം കൊടികുത്തി വാഴുന്ന സമയത്താണ് ധ്യാനനിരതനായിരിക്കുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തി അദ്ദേഹത്തിൻ്റെ ആ മൗനം വെടിഞ്ഞ് ധ്യാനം വെടിഞ്ഞ് ഭൂമിയില് ഭാരതത്തില് കാലടിയില് ജഗദ്ഗുരു ആദിശങ്കരാചാര്യനായിട്ട് ആവിർഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ബുദ്ധമതവും ജൈനമതവും അതോടൊപ്പം തന്നെ ഹിന്ദുമതവും എല്ലാം നാശോന്മുഖമായിരുന്നു. ബുദ്ധമതമാണെങ്കിൽ വജ്രയാനമെന്നും മഹായാനന്മാരെന്നും കാവാലിക മതങ്ങളും എല്ലാം സൃഷ്ടിച്ച് അത്യധികം അപരിഷ്കൃതമായി തീർന്നിരുന്നു. ഇതുതന്നെയാണ് ജൈനമതത്തിന് സംഭവിച്ചതും. അതുപോലെ തന്നെ ഹിന്ദുമതവും വളരെയധികം മാറിയിരുന്ന കാലഘട്ടത്തിലാണ് ഭാരതമെമ്പാടും 3 പ്രാവശ്യം യാത്ര ചെയ്ത് ബൗദ്ധിക തലത്തിൽ സനാതനധർമ്മത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു നാഷണൽ ഇന്റഗ്രേഷൻ ആണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ നടത്തിയത്. അപ്പോ ആചരണത്തിലൂടെയും പ്രചരണത്തിലൂടെയും സനാതനധർമ്മത്തെ പിടിച്ചു കെട്ടുക എന്നുള്ള വരും തലമുറകൾക്ക് ആർഷഭാരത സംസ്കൃതി വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്കും ഇതിൻ്റെ ഈ സനാതനധർമ്മത്തിന്റെ ശങ്കരോതീതി ശങ്കര മംഗളകരമായ സുഖകരമായ സന്തോഷകരമായ ഒരു ജീവിതം നാം പറയുന്നു. സൗന്ദര്യലഹരിയിൽ പറയുന്നു സൗന്ദര്യം എന്ന് പറയുന്നു. എന്താണ് ഈ സൗന്ദര്യം? സൗന്ദര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദമാണ്. അപ്പൊ ആ ആനന്ദത്തെ സൃഷ്ടിക്കുന്ന എന്താണത്? ആ ആനന്ദം എന്ന് പറയുന്നതാണ് പരമമായ സത്യം. അതുതന്നെയാണ് സനാതനമായ ധർമ്മം. ആ സനാതന ധർമ്മത്തെക്കുറിച്ച് ലോകമെമ്പാടും നമ്മൾ ആചരണത്തിലൂടെയും പ്രചരണത്തിലൂടെയും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ശങ്കരാചാര്യ സ്വാമികൾ തന്നെ വിവേക ചൂടാമണിയിൽ പറഞ്ഞിരിക്കുന്നു, ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത തസ്മാത് വൈദിക ധർമ്മമാർഗപരതാത് വിദ്വത്തമസ്മാത് പരം എന്നാണ്. അപ്പൊ ജന്തുക്കൾക്ക് മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ എന്നാണ്. അപ്പോ പഞ്ചയജ്ഞപരായണയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവി അനുഗ്രഹമായി അമ്മയുടെ അല്ലെങ്കിൽ പരമേശ്വരന്റെ
ആ അനുഗ്രഹം എന്ന കൃതിയിലൂടെ, കർത്തവ്യത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഈ മനുഷ്യജന്മം, ഇത് നമുക്ക് വേണ്ടത് മുമുക്ഷിയാകുക, മോക്ഷം കിട്ടുക എന്നുള്ളതാണ്. അത് എങ്ങനെയാവണം? മഹാപുരുഷ സംശ്രയ, മഹാപുരുഷന്മാരുടെ സംശ്രയത്തിലൂടെ. അതുതന്നെയാണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ പിൻഗാമികളായിട്ട്, ശങ്കരാചാര്യസ്വാമികളുടെ ശിഷ്യന്മാരായി കരുതുന്ന നാമും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കും എല്ലാം തന്നെ ഈ മനുഷ്യജന്മത്തിൽ ഉദ്ദേശം എന്താണ്? ഈ ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത. ഈ നരജന്മം വളരെ ദുർലഭമാണ്. ഇത് ഈ ലോകത്തിന് പ്രയോജനകരമായിട്ട് ശങ്കരാചാര്യസ്വാമികള് പ്രവർത്തിച്ചതുപോലെ ഈ സനാതനധർമ്മത്തെ പരിപാലിക്കുകയും ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നാം ഏവരും പണ്ഡിതവരണ്യനായിരിക്കുന്ന സാക്ഷാൽ പൈതൃകരത്നം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവരുടെ വാക്കുകളെ ശ്രവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ സനാതന ധർമാമൃതം എന്ന് പറയുന്ന ഇതൊരു പുതിയ പ്രോഗ്രാമാണ്. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ലോകക്ഷേമത്തിന് വേണ്ടി നാം അനവധി പ്രോഗ്രാംസ് നടത്തുകയുണ്ടായി. ആദ്യമായി ഭാരതീയ സംസ്കൃതികളെ അറിയണമെങ്കിൽ സംസ്കൃതം പഠിക്കുക എന്നുള്ളതായിരുന്നു. സുകൃതം സംസ്കൃതം എന്നൊരു പദ്ധതിയിലൂടെ ഏതാണ്ട് 360 പേരെ നാം 10 മാസത്തെ സംസ്കൃതം കോഴ്സ് പഠിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അദ്വൈത ലഹരി എന്ന പ്രോഗ്രാമിലൂടെ വേദം മുതൽ പുരാണം വരെ വളരെ ഭംഗിയായിട്ട് നാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമിയുടെ കൃതികളെ വളരെ മനോഹരമായിട്ട് താത്വികമായ ഒരു അവലോകനം ദിഗ്വിജയം എന്ന പദ്ധതിയിലൂടെ സ്വാമിനി ജ്ഞാനാഭനിഷ്ഠയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ അഹം ബ്രഹ്മാസ്മി ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ കൃതികളെ അറിഞ്ഞുകൊണ്ട്, അർത്ഥമറിഞ്ഞുകൊണ്ട് പഠിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിക്കുവാനും നാം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു ആത്മാന്വേഷണത്തിനായിട്ട് ആത്മായനം എന്ന യാത്ര, ഇങ്ങനെ അനേകം സനാതന ധർമ്മത്തെ പ്രചരിപ്പിക്കുവാനായിട്ടുള്ള കർമ്മങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സനാതന ധർമാമൃതം എന്ന ഈ പുതിയ ഒരു പ്രോഗ്രാം നാം ഇന്നിവിടെ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ഈ വേദിയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സാറിനെ വളരെ ആദരവോടുകൂടി വീണ്ടും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ജയടാങ്കിയുടെ വാക്കുകൾക്ക്. വളരെ ആദരവോടുകൂടി തന്നെ നമ്മുടെ ആദ്യത്തെ പരിപാടി സനാതന ധർമാമൃതം എന്ന പരിപാടി, ഈ ഒരു പേര് കണ്ടെത്തിയത് നമ്മൾ ആദിശങ്കര ഫൗണ്ടേഷൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ്. അപ്പം അതിൽ വളരെ ആൾക്കാർ എന്നെ പല പല പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേര് കണ്ടെത്തുവാനായി നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ കോട്ടയം ജില്ലാ ചാപ്റ്റർ കോർഡിനേറ്ററായ ബ്രഹ്മശ്രീ രാജീവൻ നമ്പൂതിരി അവറുകളാണ് ഈ സനാതന ധർമാമൃതം എന്ന പേര് അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത്. അതുകൂടെ ഇവിടെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം ആദരണീയനായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം, വളരെ പ്രത്യാദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്ഷമിക്കുക, ഇന്നത്തെ ആദ്യത്തെ പരിപാടി ആയതുകൊണ്ടാണ് ഇത്രയധികം നമ്മൾ ഔപചാരികതയൊക്കെ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ അതേപോലെ തന്നെ തുടക്കത്തിൽ മുതൽ തന്നെ ഈ ക്ലാസ്സിലേക്കായിരിക്കും നടക്കുക. ദയവായി അങ്ങനെ ക്ഷമിക്കുക. ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം
ശങ്കരം ലോകശങ്കരം. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സനാതന ധർമാമൃതം എന്ന ഈ ഒരു പുതിയ അധ്യയന പരമ്പര, ഒരു പഠന പ്രകല്പം ഇന്ന് ആരംഭിക്കുകയാണ്. ഭാരതത്തിന്റെ ഗണതന്ത്ര ദിവസമായിട്ടുള്ള ഇന്ന് ശ്രീ ശങ്കരാചാര്യ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന ധർമ്മസ്ഥാപനത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. വളരെ സമഗ്രമായിട്ടുള്ള പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞു. യുഗാചാര്യനായിട്ടുള്ള ഭാഷ്യകാരന്റെ ഭഗവത് പാദരുടെ സന്ദേശങ്ങള് കേരളം അതിന്റെ പൂർണ്ണ ഗൗരവത്തോടു കൂടിയിട്ട് സ്വീകരിക്കാതെ പോയിരുന്ന ശങ്കര സന്ദേശം ലോകം മുഴുവൻ അത്യാദരവോടു കൂടിയിട്ട് ആദരിക്കുന്നു. കേരളം ഒഴികെ ഭാരതത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ അത്രമാത്രം ഗൗരവത്തോടു കൂടിയിട്ട് ഭഗവത് പാദരെ ആരാധിക്കുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ ശങ്കര ജന്മഭൂമിയില് ശ്രീശങ്കരനെ വേണ്ടതുപോലെ സ്വീകരിച്ചില്ല. ആ ഒരു ന്യൂനത പരിഹരിക്കുന്ന തരത്തിലാണ് ഈ ഒരു ശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പല പഠന പദ്ധതികളും സേവാ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് ഈ കഷ്ടിച്ച് 35 മിനിറ്റോളം, അരമണിക്കൂറോളം നീണ്ടുനിന്ന ആ പരിചയപ്പെടുത്തലുകളിലൂടെ മനസ്സിലായി. ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഇതിന്റെ പ്രവർത്തകർക്ക് അതിനുള്ള ശേഷിയും ശേമുഷിയും സ്ഥിരോത്സാഹവും ഭഗവത് പാദര് തന്നെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം സ്ഥിരോത്സാഹം വളരെ പ്രധാനമാണ്. ആ ഒരു സ്ഥിരോത്സാഹത്തിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. വളരെ വൈവിധ്യങ്ങളാർന്ന കാര്യപരിപാടികള് നടന്നു വരുന്നു എന്നുള്ളത് സന്തോഷമാണ്. അങ്ങനെയൊരു അധ്യയനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഒന്ന് രണ്ട് വാക്കുകള് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, എല്ലാവരുടെയും പ്രാർത്ഥനകളോടുകൂടി ഈ ഒരു സനാതന ധർമാമൃതം എന്ന അധ്യയന പരമ്പര ഭഗവത് പാദരുടെ പാദാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. സനാതനം എന്നുള്ള പദം തന്നെ
നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ എല്ലാവരും പറയും ഹിന്ദുമതം ഹിന്ദുമതം എന്ന് പറയുമെങ്കിലും ഹിന്ദുമതം എന്നൊക്കെ പിന്നീട് എത്രയോ കാലത്തിന് ശേഷം വന്ന പദപ്രയോഗങ്ങളാണ്. യഥാർത്ഥത്തില് ഇതൊരു ജീവിത പദ്ധതിയാണ്. ഈ ജീവിത പദ്ധതി ഒരിക്കലും ക്ഷയിക്കാത്തതാണ്. ആചന്ദ്രതാരം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞു ഈ ധർമ്മം സനാതനമാണ്. അതുകൊണ്ട് നമ്മള് സനാതനം എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു ജീവിത ശൈലിയാണ്. സനാതനം ആണ് യഥാർത്ഥത്തില് വേദത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത്. സന നിത്യം എന്നുള്ള അർത്ഥത്തില് ആ സന എന്നുള്ള പദവും തനം എന്നുള്ളതിനെ തനോതി നിലനിൽക്കുന്നത്, ഉള്ളത്, എന്നും നിലനിൽക്കുന്നത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ത്രികാലത്തിലും നശിക്കാത്തത്. എന്തൊക്കെ മാറ്റങ്ങൾ സമാജത്തിന് വന്നാലും ആ മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ ആ ക്ഷീണം ഒന്നും ബാധിക്കാതെ ഈ ഒരു ത്രൈകാലിക സത്യം തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നിലകൊള്ളുന്ന ആചാര്യന്മാരായിട്ടുള്ള 4 പേരെ നമ്മള് ചതുസ്സനന്മാരെന്ന് പറയാറുണ്ട്. സനകാദികൾ എന്ന് പറയുന്ന ചതുസ്സനന്മാർ, സനത്കുമാരൻ, സനകൻ, സനന്ദനൻ, സനാതൻ. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാര് അത് ജ്ഞാനത്തിന്റെ പ്രതീകങ്ങളാ, ജ്ഞാനമൂർത്തികളാ. അവർക്ക് ഒരിക്കലും വയസ്സാവില്ല. നിത്യം ദശാർദ്ധ വയസ്സ, എന്നും 5 വയസ്സാണ് പ്രായം. അങ്ങനെ എന്നുമെന്നും 5 വയസ്സ് പ്രായമുള്ള സനകാദികളെ നമ്മള് ചതുസ്സനന്മാര് എന്ന് പറയാറുണ്ട്. അപ്പോ എന്നെന്നും നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സിദ്ധാന്തത്തെയോ ഏതെങ്കിലും ഒരു ഈശ്വരനെയോ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായി കഴിഞ്ഞാൽ അതിന് എന്നും നിലനിൽപ്പ് എന്ന് പറയാൻ സാധ്യമല്ല. വ്യക്തിയുടെ കാലം കഴിയുമ്പോൾ തന്നെ മിക്കവാറും അതിന്റെ കാലം കഴിയും. നമ്മുടെ സനാതനധർമ്മം നിലനിൽക്കുന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ലാത്തത് കൊണ്ടാണ്. അത് ആദർശത്തിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ്. അപ്പോ കൃണ്വന്തോ വിശ്വമാര്യം, ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠമാക്കാം എന്ന ലക്ഷ്യത്തോടെ സ്വസ്ത്യസ്തു വിശ്വസ്യ, ലോകത്തിന് നന്മയുണ്ടാകണം. ഭാഗവതത്തിലെ പ്രഹ്ലാദന്റെ പ്രാർത്ഥന തന്നെ അതാ. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലഃ പ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിഥോജനാ മനശ്ച ഭദ്രം ഭജതാ തഥോക്ഷജേ
ആവേശ്യതാന്നോ മധുരപ്യഹൈതുകി എന്ന് ഭാഗവതത്തിൽ കാണാം. ഓ നമ്മുടെ ഭാരതത്തിന്റെ മുദ്രാവാക്യം ഇതാണ്, സ്വസ്ത്യസ്തു വിശ്വസ്യ. ഇതാണ് ഭാരതത്തിന്റെ മുദ്രാവാക്യം. അത് തന്നെയാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തി എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ ഒരു വർഗത്തിന് വേണ്ടിയിട്ടോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഒരു കൊടിക്ക് വേണ്ടിയിട്ടോ ഒരു നേതാവിന് വേണ്ടിയിട്ടോ ഒരു വർണ്ണത്തിന് വേണ്ടിയിട്ടോ ഒരു ദേശത്തിന് വേണ്ടിയിട്ടോ അല്ലാത്ത ഒരു ജീവിത പദ്ധതി, ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാവുന്ന ഒരു ജീവിത പദ്ധതി, ആ ജീവിത പദ്ധതിയാണ്. അതുകൊണ്ട് അത് കാലങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കും, പക്ഷേ ആ പദ്ധതി നടന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോ നാളെ ഞാനിപ്പോ ഇന്ന് ഉച്ചവരെ ഒരു ശ്രീമദ് നാരായണീയ സപ്താഹ ജ്ഞാന യജ്ഞത്തിലായിരുന്നു കണ്ണൂര് തളിപ്പറമ്പില്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സുഹൃത്തിന്റെ സംസ്കൃത അധ്യാപകന്റെ ഭവനത്തിൽ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എത്തിയപ്പോഴാണ് ഉഷ ചേച്ചി വിളിച്ചൊന്നും കൂടെ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ തന്നെ ഇരുന്നു. കാരണം 8 മണി എന്ന് പറഞ്ഞത് കൊണ്ട്, കാരണം 9 മണിക്ക് എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടുന്ന് വളരെ അടുത്താണ് കണ്ണൂർ എയർപോർട്ട്. നാളെ മഹാകുംഭമേളക്ക് പോവാ. അപ്പൊ ഈ മഹാകുംഭമേള തന്നെ യഥാർത്ഥത്തില് അത് മാത്രം മതി സനാതന ധർമ്മത്തിന്റെ വിരാട് രൂപം കാണാൻ, സനാതന ധർമ്മത്തിന്റെ വിശ്വരൂപം കാണാൻ. നമുക്ക് വേറെ എവിടെ പോകുന്നുമുണ്ട്. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് മഹാകുംഭമേള ഈ സമയത്ത് തന്നെ വന്നു ചേർന്നു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ആ 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആ മഹാകുംഭമേള നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നമ്മുടെ ഭാഗ്യമാണ്. അതിൽ നമ്മൾ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മളെല്ലാവരും അതിൽ മാനസികമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സപ്പോസ് അതിന് സാധിക്കുന്നില്ലെങ്കിലും ആലോചിച്ചു, 144 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു ഭാരതം. പക്ഷേ മഹാകുംഭമേള നടന്നു. അതിന്റെ ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളൊക്കെ ഗ്രൂപ്പിലൊക്കെ കണ്ടു. ഇനി 144 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു 6ാമത്തെ പരമ്പര, ഒരു 25 വർഷമാണ് ഒരു പരമ്പര എന്ന് പറയാം. ഒരു 6 പരമ്പര, 6ാമത്തെ പരമ്പരയിൽ വരുമ്പോഴാണ് ഇനി അടുത്ത മഹാകുംഭമേള, അല്ലെ? അപ്പൊ ഭാരതം എങ്ങനെയായിരിക്കും അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും എന്ത് നടക്കും? മഹാകുംഭമേള നടക്കും. ലോകം എത്ര മാറുന്നുണ്ടോ എന്നൊന്നും ഇവിടെ ചോദ്യമില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കുറെ അല്ലെ, നമ്മൾ ഇനിയാലൊടുങ്ങാത്ത, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വലിയ മഹാസംഗമം. മറ്റന്നാള് ഒരു പുണ്യസ്നാന ദിവസമാണ്, 29-ാം തീയതി മൗനി അമാവാസ്യ എന്ന വളരെ വിശേഷപ്പെട്ട പുണ്യസ്നാനം. അതിനാണ് പോകുന്നത്. അപ്പോ അവിടെ ഇപ്പം പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 1.25 കോടി ജനങ്ങൾ ഉണ്ടാവുന്നതാണ് മറ്റന്നാൾ ആ സ്നാനത്തിൽ. ഇന്നലെ അവിടെ വന്നത് 90 ലക്ഷം പേര്. ആലോചിച്ചു നോക്കണം. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും വിശാലമായിട്ടുള്ള ആ ഒരു വ്യവസ്ഥകൾ അങ്ങനെ വരികയാണ്, ഒഴുകുകയാണ്. മഹർഷീശ്വരന്മാർ ഒഴുകുകയാണ്. ഇത്രയൊക്കെ സന്യാസി ജനങ്ങള്, സന്യാസി ശ്രേഷ്ഠന്മാര് ഭാരതത്തിലുണ്ട് എന്ന് നമ്മൾ കാണുന്നത് തന്നെ ഇപ്പൊ ഈ മഹാകുംഭമേളയിലേക്ക് ഇങ്ങനെ സന്യാസി ശ്രേഷ്ഠന്മാരായിട്ടുള്ള ലക്ഷങ്ങൾ, നമ്മള് 100 കണക്കിന് സന്യാസിമാരെ നോക്കിയാൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. 1000കണക്കിനല്ല, ലക്ഷക്കണക്കിന് സന്യാസിമാർ. ഇവരെവിടെ നിന്നൊക്കെ വരുന്നു പോലും പലർക്കും പറഞ്ഞുകൂടാ. ഇത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. അവിടെയായിട്ട് ഓരോ ആശ്രമങ്ങൾക്ക് ഓരോരോ ടെന്റുകൾ, വലിയ കേന്ദ്രങ്ങൾ,
അവിടെ ഒരു 5000-10,000 പേരൊക്കെ ഒന്നിച്ചേർന്നിട്ടുള്ള ആ സമ്മേളനങ്ങൾ. അപ്പൊ മഹാസന്ത് സമ്മേളനം നടക്കുകയാണ് ഇന്നും നാളെയും മറ്റന്നാൾ. സാക്ഷാൽ ശൃംഗേരി സന്നിധാനം വിധുശേഖരേന്ദ്ര ഭാരതി സ്വാമിജി ഇന്നലെ എത്തി. ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളും അദ്ദേഹം അവിടെ. 4 ശങ്കരാചാര്യന്മാരും നാളെ ഒത്തുകൂടുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ശരിക്കും തുടക്കം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു അടിസ്ഥാന ശില ഇട്ടത് നമ്മുടെ ശങ്കരാചാര്യരല്ലേ. അതുകൊണ്ട് ഇന്റർനാഷണൽ ശങ്കര ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മഹാകുംഭമേള എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ആചാര്യസ്വാമികളാണ് ഇത് തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ആ ഒരു മഹാമനീഷിയായിരിക്കുന്ന അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ബോധം സനാതനധർമ്മത്തെ എങ്ങനെയാണ് ഒരു ധാരാപ്രവാഹം പോലെ, ഒരു തൈലധാര പോലെ ഒഴുക്കുമുറിയാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അദ്ദേഹം എത്ര കാലം മുൻപ് കണ്ടു. കാരണം അത്രമാത്രം സനാതനധർമ്മത്തിന് നേരെയുള്ള ആക്രമണങ്ങളുടെ കാലത്തായിരുന്നു അദ്ദേഹം അവതരിച്ചത്. ശംഭോമൂർത്തി ചരതിഭുവനെ ശങ്കരാചാര്യ രൂപ, സാക്ഷാൽ മഹാദേവന്റെ തന്നെ അവതാരം. ഇന്ന് അന്നൊരു ശങ്കരാചാര്യർ മതിയായിരുന്നു, ഇനിയിപ്പോ ഒരു ശങ്കരാചാര്യർ പോരാ. ഇന്ന് ആ ശങ്കരാചാര്യരുടെ പ്രേരണയിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശങ്കരാചാര്യന്മാർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ശങ്കരാചാര്യരുടെ, അന്നത്തെ ശങ്കരാചാര്യരുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് ഈ സനാതനധർമ്മത്തെ നിലനിർത്തുവാനും രക്ഷിക്കുവാനും ശങ്കരാചാര്യന്മാർ ഇനിയും അങ്ങനെയുള്ള ആ ഒരു സനാതനധർമ്മം നമ്മൾക്ക് ഇപ്പോ ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നിലനിൽക്കില്ലേ? കാരണം ഇത് സനാതനമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കും. ഇപ്പൊ നമ്മളൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ നിലനിൽക്കും. പക്ഷെ അതല്ല, അതിന്റെ ആ പരിപൂർണ പ്രൗഢിയോട് കൂടിയിട്ട്, ഗരിമയോട് കൂടിയിട്ട് നിലനിർത്തണം. ആ നിലനിർത്തുന്നതിൽ ആ ഒരു രാഷ്ട്ര രക്ഷായജ്ഞത്തിൽ നമ്മളും നമ്മുടേതായിട്ടുള്ള ആ ഒരു ആഹുതി നമുക്കും സമർപ്പിക്കാൻ സാധിക്കണം. അതെ, ജയകൃഷ്ണൻ അദ്ദേഹം പറയണ്ടായി, യഥാർത്ഥത്തില് ഇതൊരു വലിയ മഹത്തായിട്ടുള്ളൊരു സേവനമാണ്, യജ്ഞമാണ്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നടക്കും എന്നല്ല, നമ്മൾ എന്ത് ചെയ്തു? വെറുതെ ഇങ്ങനെ ഉണ്ടുറങ്ങിയും അണചേർന്നും അവസാനിപ്പിച്ചാൽ മതിയോ? ദുർലഭം മാനുഷം ജന്മ, അദ്ദേഹം ചൊല്ലിയ അശ്ലോകം അത്യന്ത ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മമല്ലേ. അതിങ്ങനെ വെറുതെ പട്ടിയും പൂച്ചയും പെരിച്ചാഴിയും കഴിയുന്ന പോലെ അങ്ങോട്ട് തീർന്നാ മതിയോ? ആഹാരനിദ്ര ഭയമൈഥുനം ച സാമാന്യമേത പശുഭിന്നരാണാം ധർമ്മോഹി തേഷാം അധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭി സമാന. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ധർമ്മം നിർവഹിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അതിനുള്ളൊരു അവസരമായിട്ട് നമ്മള് ഇതുപോലെയുള്ള പ്രോജക്റ്റുകൾ, ഇതുപോലെയുള്ള സേവാ പ്രസ്ഥാനങ്ങളെ സ്വീകരിച്ചിട്ട് പരമാവധി ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുക. ആ മഹാത്മാവ് വെറും 32 വർഷക്കാലം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കിയിട്ട് പോയി. ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഓരോ മുക്കിലും മൂലയിലും ആ അദ്വൈത ധർമ്മത്തിന്റെ ഗരിമയെ സ്ഥാപിച്ചു. എതിർത്തവരെയൊക്കെ വാദത്തിൽ തോൽപ്പിച്ച് പണ്ഡിത സദസ്സിലെല്ലാം അതിനെ സമർത്ഥിച്ച് അതിനെ നിലനിർത്താൻ തക്കവണ്ണമുള്ളതായ വൈവിധ്യങ്ങളാർന്ന ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു. പ്രകരണ ഗ്രന്ഥങ്ങള്, ഭാഷ്യഗ്രന്ഥങ്ങള്,
സ്തോത്ര ഗ്രന്ഥങ്ങള്, എന്താ ഇല്ലാത്തത്? ഇതെല്ലാം രചിച്ചു. വളരെ വളരെ ബേസിക് ആയിട്ട് ഏത് തലത്തിലുള്ളവർക്ക് വേണമെങ്കിലും ശങ്കരകൃതികൾ പഠിക്കാം. അവരവരുടെ സ്ഥലത്തിനനുസരിച്ച്, സ്റ്റാൻഡേർഡിനനുസരിച്ച്, ബുദ്ധി വൈഭവത്തിനനുസരിച്ച് അത്യന്തം പ്രൗഢമായിട്ടുള്ള പുസ്തകങ്ങളും അത്യന്തം സരളമായിട്ടുള്ള പുസ്തകങ്ങളും ഉണ്ട്. ഇതെല്ലാം തന്നു. എന്നിട്ടാണ് പോയത് 32 വയസ്സിൽ. ശരിക്കും ഇന്നത്തെ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ എന്നാ നമ്മൾ പറയാം. 32 വയസ്സുള്ളൂ, ഇനി ജീവിതം തുടങ്ങാൻ പോണേ ഉള്ളൂ എന്നാ പറയാം. ജീവിതം തുടങ്ങാൻ പോണേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്ന 32 വയസ്സില് തന്റെ ദൗത്യമെല്ലാം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം മറഞ്ഞു. പക്ഷെ നമ്മളതിനെ, പ്രത്യേകിച്ച് കേരളീയര്, മലയാളികള് ഗൗരവത്തോടുകൂടി എടുത്തില്ല. പല പല കാരണങ്ങളുണ്ടാവും. എന്തായാലും ഇപ്പോ അതിനൊരു മാറ്റം നമ്മൾ കാണുന്നു. മൈസൂരിലുള്ള എടത്തുറയിൽ ശങ്കരാചാര്യ ആ പരമ്പരയിൽപ്പെട്ട നമ്മുടെ ശൃംഗേരി മഹാസന്നിധാനത്തിന്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള ശങ്കരഭാരതി സ്വാമികള് കേരളം മുഴുവൻ സഞ്ചരിച്ച് നമ്മളെല്ലാവരെയും പ്രേരിപ്പിച്ച് സൗന്ദര്യലഹരി ഉപാസന മണ്ഡലി തുടങ്ങി. സൗന്ദര്യലഹരി ഉപാസന മണ്ഡലിയിലൂടെ ആ കേരളം സൗന്ദര്യലഹരി പഠനം ചെയ്തു, ചൊല്ലാൻ പഠിപ്പിച്ചു, അതിന്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചു, സൗന്ദര്യലഹരിയെ കുറിച്ചുള്ള സെമിനാറുകൾ, അങ്ങനെ എത്രയോ അദ്ദേഹം അതിനായിട്ട് തന്നെ മൈസൂരിൽ നിന്ന് വന്ന് കേരളം മുഴുവൻ സഞ്ചരിച്ചു. കാലടിയില് ഇപ്പൊ എല്ലാ വർഷവും ശ്രീശങ്കര ജയന്തി കാലടി തീർത്ഥാടനം എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചു. ആ കാലടി തീർത്ഥാടനത്തിന്റെ സമയത്ത് തന്നെയാണ് ശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനും അവിടെ ഒരു ദിവസം ഒരു സത്സംഗം അവിടെ പതിവുണ്ട്. അങ്ങനെ നമ്മള് എല്ലാ വർഷങ്ങളിലും ശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ നമ്മൾ അവിടെ വെച്ച് കാണാറുണ്ട്. കാരണം നമ്മളവിടെ ആ ശങ്കര ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട 5 ദിവസവും അവിടെ തന്നെ താമസമാണ്. അവിടെ തന്നെ താമസിച്ചിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഒരു 5-8 സ്ഥലങ്ങള് ശങ്കരാചാര്യൻ ബന്ധപ്പെട്ട നമ്മത്തും ശങ്കരാചാര്യയുടെ അച്ഛൻ പൂജ ചെയ്ത സ്ഥലം, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും, പിറവം, സിഫ് അടക്കം 8 സ്ഥലങ്ങളെ എല്ലാവർക്കും ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ 5 വർഷമായി. അതിങ്ങനെ തുടർന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല ആൾക്കാരും നല്ല നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ ഭഗവത്പാദരുടെ സന്ദേശത്തെ വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത് വളരെ വളരെ അഭിനന്ദനീയമാണ്. വൈവിധ്യങ്ങളായിട്ടുള്ള പഠന സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതും വളരെ വളരെ അഭിനന്ദനീയമാണ്. കാരണം നമുക്കറിയാം എത്രമാത്രം എന്താ പറയാ ബുദ്ധിശൂന്യത എന്ന് ആലോചിച്ചോക്കണം. ഈ ശങ്കരാചാര്യ സ്വാമികളുടെ പേരിൽ തന്നെയുള്ള ഒരു സംസ്കൃത സർവകലാശാലയുടെ ഗേറ്റില് ശങ്കരാചാര്യ സ്വാമികളുടെ പ്രതിമ വെക്കാൻ സാധിക്കാതെ അത് ടാർപോളിൻ കൊണ്ട് കെട്ടി വെച്ചിട്ട് എത്രയോ കാലം ആലോചിച്ചു നോക്കണം. ആ ശ്രീശങ്കരാചാര്യരുടെ ജന്മ ആ കാലടിയില് എല്ലാവരും കാണുന്ന സ്ഥലത്തായിരുന്നു ആ പ്രവേശന കവാടത്തില് ആ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പറ്റില്ല എന്ന് എതിർത്തു ആൾക്കാർ. എന്തൊരു ബുദ്ധിശൂന്യത എന്ന് ആലോചിച്ചു. എത്രയോ മാസങ്ങള് അത് മൂടിക്കെട്ടി. പിന്നീട് പലരുടെയും ഇടപെടലുകളും എതിർപ്പും ഒക്കെ കൊണ്ടാണ് അത് പിന്നീട് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. ഇതാണ് അവസ്ഥ. ഓരോ സ്ഥലങ്ങളിലുണ്ടല്ലോ. ഇപ്പൊ കൽക്കത്തയിൽ ഞാനുണ്ട് കഴിഞ്ഞ 1 വർഷമായിട്ട്. അവിടുത്തെ പിന്നെ എയർപോർട്ടിന് സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് എയർപോർട്ടിന്റെ പേര്. കാലടിയിലുള്ള ആ എയർപോർട്ടിന് ശങ്കരാചാര്യ സ്വാമികളുടെ പേര് നൽകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലത്രേ. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ലോകം ആദരിക്കുന്ന
കേരളത്തിലെ ഒരേ ഒരു ആര്യൻ എന്ന് പറയുന്ന ശങ്കരാചാര്യ സ്വാമികളാണ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ആ ശങ്കരാചാര്യ സ്വാമികളുടെ പേര് വിമാന നിലയത്തിന് എയർപോർട്ടിന് നൽകാൻ പറഞ്ഞപ്പോ അതിന് തയ്യാറല്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. വളരെ സങ്കുചിതമായിട്ടുള്ള ഒരുപാട് ചിന്തകളാണ്. ഇതൊക്കെ മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിരന്തരമായ പ്രയത്നത്തിലൂടെ ഗ്രാമാന്തരങ്ങളില് അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും ഓരോരോ വീടുകളിലും ശങ്കരാചാര്യന്റെ സന്ദേശം എത്തിക്കഴിയുമ്പോ എല്ലാവർക്കും അത് ബോധ്യപ്പെടും. അങ്ങനെ എല്ലാവർക്കും അത് ബോധ്യപ്പെടുമ്പോ, സാമാന്യ ജനങ്ങൾ എല്ലാവരും അത് ആഗ്രഹിക്കുമ്പോ, ജനങ്ങളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാത്ത ഒരു സർക്കാര് ആചാര്യസ്വാമികളുടെ പേരിടും. അങ്ങനെ ഒരു കാലം വരും. നമ്മളൊക്കെ ഉള്ള സമയത്ത് തന്നെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സനാതനധർമ്മത്തിന് അതിൻ്റെതായിട്ടുള്ള ഗരിമയുണ്ട്, മഹിമയുണ്ട്. പല ചിന്തകൾ ഉണ്ടാകാം. നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്നാണ് നമ്മുടെ സിദ്ധാന്തം തന്നെ. അങ്ങനെയാണ്. ഏകമായ ഒന്നിനെ അല്ലെങ്കിൽ ഏകമായ സത്തിനെ വിപ്രന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാര്, ജ്ഞാനികള് പലതായിട്ട് പറയാം. ബഹുധാ വദന്തി. അതുകൊണ്ട് പല ദർശനങ്ങളിലൂടെ നമ്മുടെ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയത് ഒരേ ഒരു സത്യത്തെയാണ്. ആ ഒരു സത്യത്തെ നിലനിർത്താൻ, എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ ഈ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ധാരണാ ധർമ്മയിത്യാഹു ധർമ്മോ ധാരയത്തെ പ്രജാ. നമ്മളെ നിലനിർത്തുന്നത് തന്നെയാണ് ധർമ്മം. എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടും എത്രയോ സംസ്കാരങ്ങളൊക്കെ മണ്ണടിഞ്ഞു പോയിട്ടും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നില്ലേ? അത് തന്നെയാണ് ധർമ്മം. ആ നിലനിർത്തുന്നതാണ് ധർമ്മം. ധർമ്മബോധമാണ് നമ്മളെ നിലനിർത്തിയിരുന്നത്. അല്ലാതെ ഒരു പോലീസും ഒരു ആഭ്യന്തര വകുപ്പും അല്ല. ഈ പോലീസും ആഭ്യന്തര വകുപ്പും ഒക്കെ വരുന്നതിന് മുൻപ് എങ്ങനെയാണ് ഈ സമാജം നിലനിന്നിരുന്നത്? നരാജ്യം നജരാജാസി നദണ്ഡോ നജദണ്ഡിക ധർമ്മേണൈവ പ്രജാസർവാ രക്ഷന്തി സ്മ പരസ്പരം. എല്ലാവരും ധർമ്മത്തിലായിരുന്നു നിലനിന്നിരുന്നത്. ആ ഒരു ധർമ്മ ബോധം എല്ലാവരിലും ഊട്ടി ഉറപ്പിക്കുവാൻ ഈ ഒരു സനാതന ധർമാമൃതം എന്ന പഠന പരമ്പരയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സാധിക്കുമ്പോഴൊക്കെ ഈ സനാതന ധർമാമൃതത്തിലും അതുപോലെ തന്നെ ഫൗണ്ടേഷന്റെ മറ്റ് പഠന പരിപാടികളിലും ഒക്കെ പങ്കെടുക്കാം എന്നുകൂടി വാക്ക് തന്നുകൊണ്ട്, ഇതിനു മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാ ധർമ്മപ്രചാരകന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട്, ഇതൊക്കെയാണ് ജീവിതത്തില് ചെയ്യുന്ന സത്കർമ്മങ്ങള്, അത് തുടരുക തന്നെ ചെയ്യുക. ഒന്നിനും വേണ്ടിയിട്ടാകരുത്. അത് വളരെ പ്രധാനമാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ഒന്നും ആവരുത്. നിസ്വാർത്ഥമായിട്ട് അത് ചെയ്യാൻ ആ ഭഗവത്പാദര് തന്നെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ഒരു അധ്യയന പരമ്പര ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി സേവകന്മാരായിരിക്കുന്ന പ്രവർത്തകന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വീണ്ടും കാണാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കാരണം മറ്റൊരു മീറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ 9 മണിക്ക് ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ഉണ്ണികൃഷ്ണൻ സർ. വളരെ ഉജ്ജ്വലമായ ഒരു തുടക്കം കുറിക്കുവാൻ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് കഴിഞ്ഞു. ഇന്ന് നല്ലൊരു ദിവസം. അങ്ങ് പറഞ്ഞതുപോലെ ഈ 144 വർഷം കഴിഞ്ഞു വരുന്ന ഈ കുംഭമേള കാലത്തിനിടയിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ആരംഭിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ
അഭിമാനമായി കരുതുന്നു. തീർച്ചയായും തുടർന്നും അങ്ങയുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്കിന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇതുവരെ ഇത് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും, അതേപോലെ തന്നെ ഇന്നിവിടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിട്ടുള്ള വൈദ്യരത്നം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിനും നന്ദി രേഖപ്പെടുത്തുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ കോട്ടയം ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ, അതേപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം കൂടിയായ EV രാജീവൻ അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഈ സനാതന ധർമാമൃതം എന്നുള്ള പേര് നമ്മുടെ ഈ പരിപാടിക്ക് നൽകിയത്. രാജീവേട്ട. ജയശങ്കര, ഞാൻ യോഗമാണോ അറിയില്ല, എനിക്കങ്ങനെ തുടർച്ചയായിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. ഞാനിപ്പം പുതിയതായിട്ട് ഏറ്റെടുത്ത അല്ലെങ്കിൽ ഏർപ്പെട്ട ആ ഒരു ടാസ്കിലും എനിക്ക് നിരന്തരം പങ്കെടുക്കാൻ പറ്റാതെ വന്നു. കാരണം ശാരീരിക പ്രശ്നങ്ങൾ വന്നു. ഡോക്ടർമാരെ കണ്ടു. നിങ്ങളുടെ ശരീരം അത്യധികം പ്രയാസപ്പെട്ടിരിക്കുകയാണ്, സ്ട്രെയിൻഡാണ്. ഈ സ്ട്രെയിൻ ഉള്ളത് കൊണ്ടാണ് കുറച്ച് സംസാരിക്കുമ്പോൾ ഒരു ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരും. അതുപോലെ ഒരു ഹെർണിയേറ്റിംഗ് ഒരു സംഭവം വയറിനകത്തുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് വിദ്യാർത്ഥിയായിട്ട് ചെല്ലുമ്പോഴും അവരെ എനിക്ക് അളവുകളൊക്കെ തരും. പക്ഷെ അത് പോരല്ലോ. അപ്പൊ ഇനിയിപ്പോ ഒരു 10 ദിവസം കഴിഞ്ഞ് ഒന്നൊരു ഡോക്ടറെ കാണണം. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എങ്കിലും ഇത് ഒരു പുതിയ സംഭവമായതുകൊണ്ട്, ഒരു നൂതന സംരംഭമായതുകൊണ്ട് എനിക്കാണ് വളരെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ആ മെസ്സേജ് കണ്ടത്. എന്നോ ഒരു ദിവസം ഈ ആദിശങ്കരയുടെ ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ജ്യോതിഷ് ജിയുടെ മെസ്സേജ്, ഒരു പുതിയ പരിപാടി തുടങ്ങുന്നു, അതിനകത്തേക്ക് എന്ത് ഒരു സമുചിതമായ ഒരു നാമം അതിന് എല്ലാവരും നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ എനിക്ക് അപ്പം തോന്നി സനാതന ധർമാമൃതം. ഇതൊരു സനാതന ധർമ്മത്തിന്റെ, അമൃത തുല്യമായ ധർമ്മത്തിന്റെ ഒരു യാത്രയാണ്. നമ്മുടെ ചുമലിൽ ഏറ്റിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ലക്ഷ്യവും അത് തന്നെയാണ്. സനാതന ധർമ്മം രാജ്യമെമ്പാടും എല്ലാ സീമകളും കടന്ന് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു തറച്ച ഒരു പേരായിരുന്നു സനാതന ധർമാമൃതം. പിന്നെ അങ്ങനെ നോക്കാൻ പറ്റിയിട്ടില്ല. ഈ ലിങ്ക് വന്നപ്പോഴാണ് ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്ത പേരാണ്. പ്രശ്നക്കാരനാണ് എനിക്ക് പലപ്പോഴും പങ്കെടുക്കാൻ പറ്റാതെ. Well begun is half done. ചാനലുകളിൽ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. സംസാരിക്കുന്നത് വളരെ സന്തോഷം. അപ്പോഴാണ് നമ്മുടെ ഈ സംസ്കൃതം എല്ലാ ക്ലാസ്സും പറ്റിയില്ലെങ്കിൽ സംരംഭത്തിലും രണ്ടാമത് ഒരു ഭാഷ പഠിക്കും. രണ്ടാമത്തെ ഭാഷ പഠിക്കാൻ 2 ഓപ്ഷനേ ഉണ്ടായിരുന്നു, മലയാളം, സംസ്കൃതം. ഞാൻ സംസ്കൃതം ചെയ്തു. നളോപാഖ്യാനം എന്ന് പറഞ്ഞ
മലയാളം അല്ല വിവേകാനന്ദ സ്വാമികൾ വായിച്ചിട്ടുണ്ട്. ഹിന്ദു ധർമ്മം അതൊരു മതമല്ല. ആളുകൾ അതിനെ തെറ്റിദ്ധരിക്കുമ്പോൾ സനാതനധർമ്മം തന്നെ ഈ അടുത്ത് വളരെ വക്രീകരിച്ച് നമ്മുടെ ആളുകൾ പറയുന്നു. നമ്മുടെ അറിവില്ലായ്മയിൽ നമുക്ക് സഹതപിക്കുക എന്നുള്ളത് സൂക്ഷിച്ചിട്ടുള്ളത് ഈ ഭാരതഭൂമിയിലെ തെക്കെന്നാണ് കേരള സംസ്ഥാനം. അത് പ്രത്യേകിച്ച് ഈ കേരളത്തിന് തെക്കോട്ടുള്ള ആദിശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പുണ്യഭൂമിയായി തീർന്ന ഈ മണ്ണാണ് ഇതിനെ സഹായിച്ചിട്ടുള്ളത്. പലരും സൂചിപ്പിച്ചതുപോലെ ശങ്കരാചാര്യർ വന്ന സമയത്ത് ഈ ഹിന്ദുധർമ്മവും അല്ലെങ്കിൽ ജൈനമതവും അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു ധർമ്മ വ്യവസ്ഥ തന്നെ, നീതി തന്നെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെ ഒന്ന് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ അവതരിച്ചത്. ഇനി എത്രയോ ഈ ശങ്കരാചാര്യർ അവതരിക്കേണ്ട സമയമാണ് ഇപ്പോഴൊക്കെ. നമ്മുടെ അനുഭവങ്ങളും നമ്മൾ കാണുന്നതും ഒക്കെ അത് തന്നെയാണ്. അപ്പൊ അതിന് ഒരു സനാതന ധർമ്മത്തെ പരിപോഷിപ്പിക്കുന്നതിനും അതിനെ ആവുന്നത്ര കണ്ട് ലോകാന്തരങ്ങളിലെല്ലാം ഗോളാന്തരങ്ങളിലെല്ലാം ഇതിനെ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ഈ ശ്രമം, ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ശ്രമം, ഞാനും അതിൽ ഇങ്ങനെ എന്നെ കൊണ്ടാകുന്ന പോലെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ശ്രമം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ, ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് വളരെ വിനയാന്വിതനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദാന്താർത്ഥാഭിധാനേന സർവാനുഗ്രഹകാരിണം യതിരൂപധരം വന്ദേ ശങ്കരം ലോകശങ്കരം. ജയ ശങ്കര. വളരെ സന്തോഷം രാജീവേട്ട. എന്തായാലും സനാതന ധർമാമൃതത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാ മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയാണ് ഈ പരിപാടി. തീർച്ചയായിട്ടും ഇവിടെ പങ്കെടുത്തവരെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുവാനായി ശ്രമിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജഗദീശ്വരന്റെ കാരുണ്യ കടാക്ഷവും അതേപോലെ ആചാര്യസ്വാമികളുടെ കാരുണ്യ കടാക്ഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. ലോക സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര, 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 ജയശങ്കര. ജയശങ്കര.